വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത്. അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തി ചെയ്യുക. ഇത് ഇന്ത്യയിലെ റിസർച്ചാണ്, ഇതൊരു പഠന റിപ്പോർട്ടാണ്, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവില വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ADP ജോബ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നോൺ ഫാം പേറോൾ ഡാറ്റ അല്ല കേട്ടോ. ADP റിപ്പോർട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ 75,000 ജോബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിൽ എന്നുള്ള കണക്കാണ് ഇപ്പോൾ മാർച്ചിൽ വന്നിട്ടുള്ളത്. അതിനേക്കാൾ അത്ഭുതം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പറയും പുറത്തു കൂടെ. മെയിൻ ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിലെ ഒരു സീസ് ഫയർ ടാക്സിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നിങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽ ഡീലിന് ട്രംപ് റെഡി ആയിട്ടുണ്ട്, സെലൻസ്കി റെഡി ആയിട്ടുണ്ട്, അത് ട്രംപ് പറഞ്ഞ്. പിന്നെ സെലൻസ്കി ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ സെലൻസ്കി പറഞ്ഞ ആ ഒരു നെഗോഷിയേഷൻസിന് അതിന് റെഡിയാന്നുള്ള രീതിയിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് സംസാരം വന്നിട്ടുണ്ട്. പിന്നെ ഷോൾസും സെലൻസ്കിയും അതുപോലെ മാക്രോണും ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻറ്റ്, ഇവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപുമായിട്ടൊക്കെ കൂടിയാണ്ട് ഒരു സീസ് ഫെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല ബെലാറസ് പറയുന്നുണ്ട് അവർ റെഡിയാണ് എന്നാണ് പറയുന്നത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റഷ്യ-ഉക്രൈൻ യുദ്ധം ആ സംസാരത്തിന് വേണ്ടിയിട്ട് അവർ റെഡിയാന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സംസാരങ്ങൾ വരുന്നുണ്ട് സീസ് ഫെയറിനെ കുറിച്ചുള്ള. അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് സ്വർണ്ണവില തകർന്ന് തരിപ്പണം. പിന്നെ മാത്രമല്ല ട്രംപിനോട് കച്ചറ കൂടി. ഇപ്പോൾ ഇൻ്റലിജൻസ് ഷെയറിങ് യുക്രൈന് കൊടുക്കൂല എന്നുള്ളത് പറഞ്ഞാൽ ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ശരിയല്ല എന്നും പറയേണ്ട വാർത്ത. മാത്രമല്ല ഇപ്പോൾ അമേരിക്കനെ കൂടാതെ ഇപ്പോൾ യൂറോപ്യൻസിനെ കൂട്ടി സെലൻസ്കി റഷ്യയോട് യുദ്ധത്തിൽ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ മറ്റൊരു പ്രശ്നം. അമേരിക്ക എല്ലാവരെയും കാര്യം നടക്കും എന്നുള്ള നിലക്കായിട്ട് മാറും. അപ്പോൾ അമേരിക്ക റഷ്യയെ സഹായിക്കുന്നില്ലെങ്കിൽ പോലും റഷ്യ അതിനുള്ള വേറെ എന്തെങ്കിലുമൊക്കെ അത് അമേരിക്കൻ്റെ ഇമേജിൻ്റെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. കാരണം അമേരിക്കനെ അപ്പോൾ ഉക്രൈൻ തോൽക്കണം എന്നുള്ള നിലയിലേക്ക് അമേരിക്കൻ്റെ ഇത് വരും, മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ ട്രംപുമായിട്ട് സെലൻസ്കിനെ കൊണ്ട് എല്ലാവരും സംസാരിപ്പിച്ച് കാര്യങ്ങൾ ശരിയാക്കാനും ട്രംപും സെലൻസ്കി എപ്പോഴും എനിക്ക് അമേരിക്ക ഇല്ലാതെ പറ്റില്ല, അമേരിക്ക ഒരുപാട് സഹായിച്ചു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ്ട് ഒരു ഡീലേക്ക് വരികയാണ്. അറ്റ്ലീസ്റ്റ് സെലൻസ്കിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പം ഒരു ടെറിട്ടറി വിട്ടുകൊടുക്കാൻ പോലും അത്ര വലിയ റെഡിയൊന്നുമില്ല. ഇനി സീസ് ഫെയർ ടോക്സിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു സീസ് ഫെയർ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ അങ്ങനത്തെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. അത്രയ്ക്ക് എത്തിയെന്ന് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഗോൾഡ് എന്താ കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കേട്ടോ. 2900 അടിക്ക് പോയി ഇങ്ങനെ ഇടിഞ്ഞങ്ങനെ ഇത് റിപ്പോർട്ട് റെഡിയാക്കുമ്പോൾ അങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ട് 1898 അങ്ങനെ 93 അങ്ങനെ ഇടിഞ്ഞ് ഒറ്റയടിക്ക് ഇപ്പോൾ വീണോണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് എന്തെങ്കിലും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, 64,520 കഴിഞ്ഞ 2 ദിവസങ്ങൾ നല്ല രീതിയിലാണ് സ്വർണ്ണവില കൂടിയിട്ടുണ്ടായിരുന്നത്. 450 കഴിഞ്ഞ അതിന് മുമ്പത്തെ 561 450 കൂടി നല്ല രീതിയിൽ സ്വർണ്ണവില 1000 രൂപ കൂടി നിൽക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില ഒരു 358 ആ റേഞ്ചിൽ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് 320 എന്ന് പറഞ്ഞാൽ മതി, 160 പറയണ്ട. 320 രൂപ ഇപ്പോൾ ഉള്ള 64,520 നിന്നും കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചോദ്യം ഉണ്ടായേക്കാവുക ഇനി ഇടിയോ നീക്കാറ്. അപ്പോൾ അത് ഈ സീസ് ഫെയർ എങ്ങനെ അതിനനുസൃതമായിട്ടിരിക്കും, ആ ടോക്സ് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതെന്നുള്ളത്. അത് പ്രോഗ്രസ് നല്ല രീതിയിൽ ചെയ്താൽ സ്വർണ്ണവില ഇടിയും, അല്ലാഞ്ഞാൽ ഈ ട്രേഡ് ടെൻഷൻ കൊണ്ട് സ്വർണ്ണവില കൂടും.